പണ്ട് മമ്മി സ്വിറ്റ്സർലൻഡിലായിരുന്ന സമയത്ത് ഡാഡി കുക്ക് ചെയ്യുമ്പം അവിടെ ചെന്ന് ഞാൻ നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെയാണ് ഈ മീൻകറി ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചത്. ഒരു കോപ്പയിലേക്ക് കുറച്ച് മുളക് പൊടിയും വെള്ളവും കൂടി ചേർത്ത് പേസ്റ്റ് പരുവാക്കണം. എന്നിട്ട് വേറൊരു പാനിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് കടുകും ഉലുവയും കൂടി ഇട്ട് പൊട്ടിക്കണം. നന്നായിട്ടൊന്ന് പൊട്ടി വന്നു കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിക്കണം. അത് മൂത്ത് വന്നു കഴിയുമ്പം അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ സവാളയോ അല്ലെങ്കിൽ കുഞ്ഞുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റണം. എന്നിട്ട് അതിനകത്തേക്ക് മഞ്ഞൾ പൊടിയും നേരത്തെ ഉണ്ടാക്കി വെച്ച പേസ്റ്റ് കൂടി ചേർക്കണം. ആ പേസ്റ്റിനറിയാൻ കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഒഴിച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് കുടംപുളി ഇട്ട വെള്ളവും ഉപ്പും ചേർക്കണം. ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ഓരോരോ കഷ്ണങ്ങളായിട്ട് ചേർക്കണം. 2 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ തിളയ്ക്കാൻ വെച്ചിട്ട് ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഏകദേശം 7 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇത് നന്നായിട്ടായിട്ടുണ്ടാവും. കുറച്ച് ഗ്രേവി തവയിലെടുത്ത് അതിൻ്റെ മേളിക്കൂടിയൊക്കെ ഒന്ന് ഒഴിച്ചൊഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഏറ്റവും അവസാനം അതിൻ്റെ മേളിക്കൂടി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കോട്ടയം സ്റ്റൈൽ മത്തി മുളകിട്ട് റെഡി.